പേജ് നമ്പർ 13 ഇങ്ങനൊരു പടം തന്നിട്ടുണ്ട്. കുറച്ച് മാറ്റ്സ്റ്റിക് തീപ്പെട്ടിക്കോലുകൾ ഉപയോഗിച്ചിട്ട് കുറെ ത്രികോണങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഒന്നാമത്തെ ത്രികോണം, രണ്ടാമത്തെ ഫിഗർ, മൂന്നാമത്തെ ഫിഗർ, നാലാമത്തെ, അഞ്ചാമത്തെ അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാറ്റ്സ്റ്റിക്കിന്റെ സീക്വൻസ് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. അഥവാ ഈ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തിന്റെ, അതായത് ആ നമ്പറിന്റെ സംഖ്യാശ്രേണി എഴുതുക. നോക്ക്, ഇവിടെ എത്ര മാറ്റ്സ്റ്റിക് ഉപയോഗിച്ചിട്ടാണ്? ഇത് ഒന്നാമത്തെ പടവാണ് 3 മാറ്റ്സ്റ്റിക്. ഇത് രണ്ടാമത്തെ പടവാണ് 1 2 3 4 5 5. ഇത് മൂന്നാമത്തെ ഫിഗറാണ് 1 2 3 4 1 2 3 4 5 6 7. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നോക്ക്, x1 ഒന്നാമത്തെ പടം, അവിടെ 3 എണ്ണം, x2 5, x3 7. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ നമ്പർ സീക്വൻസ് എഴുതാമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നോക്കിയേ, x1 അതിനെ നമുക്ക് ഈ പൊസിഷൻ, സ്ഥാനവും ഈ ടേം അഥവാ പദവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തണം. നോക്കിയേ, ഇതിനെ നമുക്ക് 3 തന്നെ എഴുതാം. ഇവിടെയോ 3 കൂട്ടണം. നോക്ക്, 1 2 3, ഇത് 3ഉം, അതായത് ഈ ത്രികോണം അതിന്റെ കൂടെ എത്ര തീപ്പെട്ടിക്കോല് കൂട്ടി? 2. ഓക്കെ, 3 2 5. ഇനി ഇവിടെ നോക്കിയേ, ഈ ഒരു ത്രികോണം അവിടെ 3 എണ്ണം ഉണ്ട്, പ്ലസ് 1 2 2 കൂട്ടി, വീണ്ടും 1 2 2 കൂട്ടി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ 3 പ്ലസ് 2 2 തവണ കൂട്ടുന്നതിന് വരെ 2 ഗുണിക്കണം 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കി എന്താണ് നമ്മൾ ചെയ്തത്? ഒന്നാമത്തെ ട്രയാങ്കിളില് 3 മാത്രം, 2 അവിടെ ഇല്ല. ഇവിടൊക്കെ കൂട്ടിയ 2 അവിടെ ഇല്ല. രണ്ടാമത്തെ ട്രയാങ്കിളില് 3 കൂട്ടണം 1 2 കൂട്ടി. മൂന്നാമത്തെ ട്രയാങ്കിളിൽ 3 കൂട്ടണം 2 2 കൂട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ നോക്ക്, നാലാമത്തെ ട്രയാങ്കിൾ എങ്ങനെയായിരിക്കും? 3 കൂട്ടണം എത്ര? ഇവിടെ മൂന്നാമത്തെ ട്രയാങ്കിൾ അപ്പൊ 2 2 കൂട്ടി. നാലാമത്തെ ട്രയാങ്കിൾ ആവുമ്പോ 3 2 കൂട്ടണം. 3 2 കൂട്ടുന്നതിന് 3 ഗുണിക്കണം 2 എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാ എഴുതി പോകുന്നത്? എല്ലാത്തിന്റെ കൂടെയും 3 എഴുതണം. അപ്പൊ x 10. 10ാമത്തെ ഫിഗർ എങ്ങനെയായിരിക്കും? 3 പ്ലസ് 3 എല്ലായിടും ഉണ്ട്. 2 ഗുണിക്കണം എത്ര 2ആണ് അവിടെ? എത്ര 2ആണ് വരുന്നത്? ഇവിടെ 4 വന്നപ്പോ ഇവിടെ അതിനെക്കാട്ടി 1 കുറച്ച് 3 2 കൂട്ടി. ഇവിടെ 10 വന്ന് അതിനെക്കാട്ടി 1 കുറച്ച് 9 വെച്ചിട്ടാണ് ഗുണിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അങ്ങനെ നോക്കി, ഇവിടെ 1 വന്നപ്പോ 1നെക്കാട്ടിലും 1നോട് 1 കുറച്ചാൽ എത്രയാ? 0. 3 പ്ലസ് 0 ഗുണിക്കണം 2. അതുകൊണ്ടാണ് ഇത് 3 മാത്രം വന്നത്. ഓക്കെ, ശ്രദ്ധിക്കേ, നമ്മള് x1 3, x2 5 ആണ്. 5നെ നമ്മൾ എങ്ങനെ എഴുതി? 3 പ്ലസ് 2 എന്ന് എഴുതി. എന്താ 3 പ്ലസ് 2 എന്ന് എഴുതാൻ കാരണം? ഈ ഫിഗർ അതേ കൂട്ടുണ്ട്. അപ്പൊ 3, പിന്നെ 2 മാറ്റ്സ്റ്റിക് ആണുള്ളത്, അതെഴുതി. അടുത്ത ഫിഗർ 7 ആണ്. ഈ ഫിഗർ അതേ കൂട്ടുണ്ട്, അപ്പൊ 3. പിന്നെ ഈ 2 കോല് 2, ഈ 2 കോല് 2 എഴുതി. ഇത് 2 2 അടുപ്പിച്ച് കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ 2 ഗുണിക്കണം 2 എന്ന് എഴുതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലായി? 3നോട് കൂട്ടണം 1 2 കൂട്ടണം. ആ 1 2 എന്ന് വരാൻ കാരണം ഇവിടെ 2 അല്ലേ ഉള്ളത്? 2ൽ നിന്ന് 1 കുറച്ചപ്പോ 1 2. 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോ 2 അല്ലേ? അതുകൊണ്ട് ഇവിടെ 2 2 കൂട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത 4 എടുത്തപ്പോൾ 4ൽ നിന്ന് 1 കുറച്ചാ 3. 3 ഗുണിക്കണം 2 എന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 വന്നാൽ 3 കൂട്ടണം 2 ഗുണിക്കണം 10ൽ നിന്ന് 1 കുറഞ്ഞാൽ 9. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പൊതുവായിട്ട് എഴുതാം. x n സമം 3 എല്ലായിടവും ഉണ്ടല്ലോ, 3 കൂട്ടണം 2 ഇൻറ്റു
10-നേക്കാട്ടും 1 കുറച്ച് 9. അപ്പൊ n-നേക്കാട്ടിൽ 1 കുറച്ചാൽ n-1. n കുറയ്ക്കണം 1. ഇതാണ് നമ്മുടെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം. ഈ ബീജഗണിത രൂപത്തെ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുന്നു. xn ഈക്വൽ ഇങ്ങനെ എഴുതി. ഇതിനെ നമുക്ക് ഒന്നും കൂടി ഒന്ന് വൃത്തിയായിട്ട് എഴുതാം. ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഒന്നും കൂടെ എഴുതാം. കൂട്ടണം. ഈ 2 അകത്തോട്ട് ഗുണിച്ചു. 2n മൈനസ് 2 സമം 2n. 3-ന്ന് 2 പോയാൽ എത്രയാ? +1. n ഈക്വൽ 1 2 3 എക്സെട്ര. ഇത് കറക്റ്റ് ആണോ നോക്കാം. n 1 വരുമ്പോൾ, അപ്പൊ ഇതല്ലേ n 1 വരുമ്പോൾ x1 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 1 പ്ലസ് 1. 2 ഗുണിക്കണം 1 എത്രയാ? 2 പ്ലസ് 1 3. കണ്ടോ എത്ര മാച്ച് സ്റ്റിക്ക് ഉണ്ട്? 3 മാച്ച് സ്റ്റിക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം.